എന്ന പേരിൽ 12,000-ഓളം നർത്തകരെ ഉൾപ്പെടുത്തി 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഭരതനാട്യം അവതരിപ്പിച്ചാണ് ദിവ്യ ഉണ്ണിയും സംഘവും ഗിന്നസ് റെക്കോർഡ് നേടിയത്. നൃത്തം കൊറിയോഗ്രാഫി ചെയ്തതിന് മുന്നിൽ നിന്നും ലീഡ് ചെയ്തതും ദിവ്യയായിരുന്നു. സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന താരങ്ങളും അവരുടെ വിദ്യാർത്ഥികളും വരെ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ദേവി ചന്ദന, ഉത്തര ഉണ്ണി, ഋതുമന്ത്ര, പാരിസ് ലക്ഷ്മി തുടങ്ങിയവരും അവരുടെ ശിഷ്യരും മൃദംഗനാദത്തിൽ പങ്കാളികളായിരുന്നു. ഒരേ സമയം 12,000 പേരാണ് ഭരതനാട്യം ചെയ്തത്. എന്നാൽ ഈ സംഭവം വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ടതും നൃത്തപരിപാടിയുടെ പേരിൽ കൊള്ളലാഭം കൊയ്തുവാനുള്ള വാർത്തകളും പുറത്തെത്തിയിരുന്നു. ഇപ്പോഴത്തെ കലൂർ സ്റ്റേഡിയത്തിൽ സ്റ്റേജ് കെട്ടിപ്പൊക്കിയതിൽ ഗുരുതര വീഴ്ചയാണ് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സംഭവിച്ചതെന്ന് പറയുകയാണ് ഉമാ തോമസ്. സ്റ്റേജ് നിർമ്മിച്ചതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കുട്ടികൾ മണ്ണപ്പം ഉണ്ടാക്കുന്നത് പോലെയാണ് വേദി ഒരുക്കിയിരിക്കുന്നത്. GCDAക്കും പോലീസിനും ക്ലീൻ ഷീറ്റ് നൽകിയത് തെറ്റാണ്. സംഘാടകർക്ക് മാത്രമാണ് തെറ്റുപറ്റിയതെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു. കരാർ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കുമെതിരെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. താൻ വീണതുകൊണ്ട് മാത്രമാണ് സ്റ്റേജിന്റെ അപാകത പുറം ലോകം അറിഞ്ഞത്. അപകടം സംഭവിച്ചത് കുട്ടികൾക്കായിരുന്നുവെങ്കിലോ? പരിപാടിക്ക് നേതൃത്വം നൽകിയ നടി ദിവ്യ ഉണ്ണി ഖേദപ്രകടനം നടത്താൻ പോലും തയ്യാറാകാതിരുന്നത് ഏറെ വിഷമിച്ചു. സംഭവത്തിനുശേഷം ദിവ്യ ഖേദം പ്രകടിപ്പിക്കുകയോ വന്നു കാണുകയോ വിളിക്കുകയോ ചെയ്തില്ല. ഒരു ദിവസം മഞ്ജു വാര്യർ തന്നെ കാണാൻ വന്നപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് താൻ വിഷമം പറഞ്ഞിരുന്നു. അതിനുശേഷം വന്ന ഒരു അവധി ദിവസമാണ് ദിവ്യ വിളിച്ചത്. കോൾ വന്നപ്പോൾ താൻ ചോദിച്ചോ, ഇത് ദിവ്യ തന്നെയാണോ എന്ന്. ദിവ്യ ഉണ്ണിയെ പോലെയുള്ളവർ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ മറക്കരുത് എന്നും ഉമാ തോമസ് പറഞ്ഞു. ഈ വിവാദങ്ങൾക്കിടെ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഈ വേളയിലാണ് തലേദിവസം രാത്രി 11:30-ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂർ വഴി അമേരിക്കയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ദിവ്യ ഉണ്ണി മടങ്ങിയത്. പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ദിവ്യ ഉണ്ണി. ഇതിലൂടെ നടിക്ക് കിട്ടിയ പ്രതിഫലം ഉൾപ്പെടെ അന്വേഷിക്കണമെന്നായിരുന്നു. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നടിയിലേക്ക് നീളുന്നതിനിടെയാണ് മടങ്ങിപ്പോക്ക്. പരിപാടിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് പല പരാതികളും ഉയർന്നു വന്നിരുന്നു. പരിപാടിക്കായി 3,500 രൂപ ഓരോ കുട്ടിയിൽ നിന്നും ഈടാക്കിയതും യാതൊരു ക്രമീകരണവും കുട്ടികൾക്കായി ഒരുക്കി നൽകിയില്ലെന്നും ഈ തുകയ്ക്ക് യാതൊരു തരത്തിലുള്ള രസീത് നൽകിയിട്ടില്ലെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നൃത്തപരിപാടിയുടെ സാരി ഡാൻസ് സ്കൂളിൽ നിന്ന് നൽകിയിരുന്നു. ആ സാരി സ്പോൺസർ നൽകിയതാണെന്നും പറഞ്ഞു.